കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. ഉത്തമം എന്ന് പറഞ്ഞ എന്നെ അർത്ഥമാക്കുന്നത് നല്ലത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ബെസ്റ്റ്, ഏറ്റവും, ചുമ്മാ നല്ലതല്ല, ഏറ്റവും നല്ലത്. എന്നിട്ട് പറയാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഏതാ യഥാസമയം? 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളിൽ എന്നെ എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. അപ്പോ തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തിക്കൊള്ളും. ഇവിടെ പറയുന്നത് തക്ക സമയത്ത് ഉയർത്തുന്നു, ഒരു സ്ഥലത്ത് പറയുന്നത് യഥാസമയം കർത്താവ് നമുക്ക് വേണ്ടത് ചെയ്തു തരും എന്നൊക്കെ പറയുന്നു. ഏതാണ് ഈ സമയം? വളരെ പ്രധാനപ്പെട്ടത് ഏതാണ് ഈ സമയം? യഥാസമയം കർത്താവ് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരും. യഥാസമയം, തക്ക സമയത്ത് കർത്താവ് ഇടപെടും. ഇവിടെ പ്രഭാഷണ പുസ്തകത്തിൽ പറയാണ് കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ്, ഏറ്റവും നല്ലതാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് യഥാസമയം അവിടുന്ന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു. യഥാസമയം എന്നിവിടെ പറയുന്നതും കൃത്യസമയം അവിടെ പറയുന്നതും കർത്താവിൻ്റെ സമയമാണ്. ദൈവത്തിനൊരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പ്രവർത്തിക്കാൻ. നമ്മളതിന് പറയുന്ന വാക്ക് കെയ്റോസ് എന്നാണ്. കെയ്റോസ്, ദൈവത്തിൻ്റെ സമയം, ഗോഡ്സ് ഓൺ ടൈം, ദൈവത്തിൻ്റെ സമയമുണ്ട്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു തരുന്നത്. ചിലപ്പോൾ നമ്മൾ ചങ്കുപൊട്ടി കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നടക്കാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് പിന്നെ വിലപിക്കാൻ തുടങ്ങും. പ്രാർത്ഥന മാറി, ദൈവസന്നിധിയിലുള്ള കരച്ചിൽ മാറി, പിന്നെ വിലാപമായിട്ട് മാറും, നിരാശയൊക്കെ ആയിട്ട് മാറും. എത്രയോ പേരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നറിയാമോ? ദൈവം ഒരുക്കുന്ന സമയമാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലത്. കാരണം നമുക്ക് നന്മയെന്തെന്ന് നാം അറിയുന്നതിനേക്കാളും ഉപരി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് നന്മയെന്തെന്ന് നാം വിചാരിക്കുന്നതിനേക്കാളും അറിയുന്നതിനേക്കാളും ഉപരി നമുക്ക് നന്മയെന്തെന്ന് അറിയുന്നവൻ നമ്മുടെ ദൈവമായതുകൊണ്ട് അവൻ കൃത്യസമയത്ത്, തക്ക സമയത്ത്, യഥാസമയം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പ്രശ്നം എന്നറിയാമോ? കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് ഒരു പ്രശ്നം, നീ ആവശ്യമുള്ളപ്പോൾ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടും. പിന്നെ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലേ? പ്രാർത്ഥിച്ചു, അപ്പൊ അതിന് ആവശ്യം നിറവേറ്റി. ഇനി പിന്നെ അടുത്ത ആവശ്യം വരുമ്പോ പ്രാർത്ഥിച്ചാൽ മതി, അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം നടന്നതെന്ന് പറയും. നമ്മുടെ പ്രാർത്ഥന, അതിന്റെ റിസൾട്ട്, ഇതിലൊക്കെ നമ്മൾ അഹങ്കരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവം, നമ്മുടെ നന്മ എന്താണെന്ന് അറിയുന്ന ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ നിറവേറ്റി തരും. അതാണ് ഏറ്റവും മനോഹരമായ സമയം.